നമസ്കാരം. ഒരു പിടി കുഞ്ഞം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 6, സമയം 12 PM. രാജ്യത്ത് കോവിഡ് രോഗികൾ 5000 കടന്നു. ആകെ ആക്റ്റീവ് കേസുകൾ 5364 ഉയർന്നു. 24 മണിക്കൂറിനിടെ 498 പേർക്കാണ് രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ കേരളത്തിൽ മാത്രം 192 പേർക്കും രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് മരണം 4, അതിൽ കേരളത്തിൽ 2. കോവിഡ് കേസുകളിൽ 31% കേരളത്തിലാണ്. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളോട് മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനങ്ങളോട് ഓക്സിജൻ, ഐസൊലേഷൻ കിടക്കകൾ, വെന്റിലേറ്ററുകൾ, ആവശ്യ മരുന്നുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയത്. രോഗമുള്ളവർ ആൾക്കൂട്ടം ഒഴിവാക്കാനും മുന്നറിയിപ്പുണ്ട്. രോഗവ്യാപനം തടയുന്നതിനായി ജനങ്ങൾ ശുചിത്വം പാലിക്കണം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അണുക്കൾ പടരാതെ ശ്രദ്ധിക്കണം. രോഗമുള്ളവർ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ശ്വാസകോശ രോഗമുള്ളവർ സൂക്ഷിക്കണമെന്നും ഗുരുതര രോഗലക്ഷണമുള്ളവർ വൈദ്യസഹായം തേടണമെന്നും നിർദ്ദേശിച്ചു. പരിശോധന കൂട്ടാനും നിർദ്ദേശമുണ്ട്. UN-ലെ 3 ഭീകരവിരുദ്ധ സമിതികളുടെ തലപ്പത്ത് പാകിസ്ഥാൻ. ഭീകരവിരുദ്ധ സമിതികളുടെ സഹ അധ്യക്ഷ സ്ഥാനം അടക്കം പാകിസ്ഥാന് നൽകിയതിൽ ഇന്ത്യയുടെ അമർഷം രേഖപ്പെടുത്തി. പാർലമെന്ററി പ്രതിനിധി സംഘം വൈറ്റ് ഹൗസിൽ നടന്ന 25 മിനിറ്റോളം നീണ്ടുനിന്ന ചർച്ചയിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം UN-ലെ 3 ഭീകരവിരുദ്ധ സമിതികളുടെ തലപ്പത്ത് പാകിസ്ഥാൻ എത്തിയതിലുള്ള ഇന്ത്യയുടെ അതൃപ്തി JD വാൻസിനെ അറിയിച്ചതായി തരൂർ പറഞ്ഞു. പട്ടാപ്പകൽ മുൻ സൈനിക നേതാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തവരിൽ 6 വയസ്സുകാരി. മ്യാൻമാറിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം മ്യാൻമാറിൽ വിരമിച്ച ബ്രിഗേഡിയർ ജനറലും കംബോഡിയൻ അംബാസഡറുമായ ഛോ ഖഡൻ ഓങ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് സൈന്യം ഭീകരവാദികളെന്ന് മുദ്രകുത്തി 16 പേരെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ 6 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയും ഉൾപ്പെടുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മെയ് 22-നാണ് മ്യാൻമാറിലെ സാമ്പത്തിക തലസ്ഥാനമായ യാങ്കോങ്ങിൽ വെച്ചാണ് 68-കാരനായ ഓങ് വെടിയേറ്റ് മരിച്ചത്. വർക്കല ബീച്ചിനോട് ചേർന്നുള്ള തോടിനു കുറുകെയുള്ള ഇരുമ്പുപാലം ടൂറിസ്റ്റുകൾക്കും സ്വദേശികൾക്കും പേടി സ്വപ്നമായി മാറുകയാണ്. ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഇരുമ്പുപാലം. ഇരുമ്പുപാലം പാവനാശത്ത് സ്ഥാപിക്കുമ്പോൾ തന്നെ ഉപ്പുകാറ്റടിച്ച് പാലം അതിവേഗം തുരുമ്പിച്ചു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് അധികാരികൾ ഈ പാലം സ്ഥാപിച്ചത്. നവലോകം സ്പെഷ്യൽ സ്റ്റോറി. MSC എൽസ കടലിൽ മുങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കടലോര പ്രദേശങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ല. കടൽ തീരത്ത് പ്രാവുകളും കാക്കകളും പ്ലാസ്റ്റിക് തരികൾ ഭക്ഷിക്കുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. ഭരണ സംവിധാനം കണ്ണടച്ച് ഇരുട്ടാക്കുന്നു. നവലോകം ന്യൂസ് എക്സ്ക്ലൂസീവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് പിരിവ് നടത്താമെന്ന സർക്കാർ ഉത്തരവ് വ്യാപക അനധികൃത ചുങ്കപ്പിരിവിന് വഴിവെക്കും. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുമെന്നും വലിയ അഴിമതിക്ക് കാരണമാകും. ഈ തുഗ്ലക്കിയൻ പരിഷ്കാരം അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, നവലോകം.